ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ പൂഞ്ഞാറിലെ വിഷം, ഈ ക്ലോസറ്റ് എന്നൊക്കെ പറയില്ലേ, നിലപാടില്ലാത്ത വ്യക്തിക്ക് PC ജോർജിന് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു വ്യക്തി അദ്ദേഹം ഇതുവരെ പറഞ്ഞ ആ വിഷയത്തിന്, അതായത് ക്രിസ്ത്യാനികളെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു മറുപടി, കിടിലൻ മറുപടി, ഇതിലും മേലെ മറുപടി ഇനി നൽകാനില്ല. എന്തായാലും ആ മറുപടി ഒന്ന് കണ്ടുവരാം. FCRA വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ PC ജോർജ് ഇന്നലെ മാധ്യമങ്ങളോട് നടത്തിയ ചില പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ രണ്ട് കാര്യങ്ങളിൽ തിരുത്തൽ വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, BJPയുടെ മാന്യത കൊണ്ട് ക്രിസ്ത്യാനിയെ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്ന്. BJP ക്രിസ്ത്യാനിയെ ചുമന്നുകൊണ്ട് നടക്കുകയാ അവരുടെ മാന്യത കൊണ്ട് എന്നാണ് അദ്ദേഹം ഒന്നാമതായിട്ട് പറഞ്ഞത്. ശ്രീ PC ജോർജ് സാറേ, അവിടെ അങ്ങേക്ക് തെറ്റി. BJP അല്ല ക്രിസ്ത്യാനിയെ ചുമന്നുകൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളല്ല ക്രിസ്ത്യാനിയെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ക്രിസ്ത്യാനി അടക്കമുള്ള ഇന്ത്യ മഹാരാജ്യത്തെ സകല പൗരന്മാരെയും തന്റെ തോളിലേറ്റി ചുമന്നുകൊണ്ട് നടക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യം ഇവിടെ ഒരാൾക്കും ജീവിക്കുന്ന ആവശ്യമില്ല. ഇനി ക്രിസ്ത്യാനിക്ക് ഈ രാജ്യത്ത് താം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ ക്രിസ്തുവും കൈകളിൽ ഭരണഘടനയും ഉണ്ടായാൽ മതി. അതിന് 2.5% ഇല്ല എങ്കിൽ പോലും, 2.5% അല്ല, വെറും ഒരാൾ മാത്രമേ ഇന്ത്യ മഹാരാജ്യത്തുള്ളൂവെങ്കിലും ഇന്ത്യയുടെ ഭരണഘടനയാണ് അവനെ ചുമക്കുന്നത്. ആ ഭരണഘടന ഉള്ളിടത്തോളം കാലം ഇന്ത്യയിൽ ജീവിക്കാനായിട്ട് ക്രിസ്ത്യാനിക്ക് പറ്റും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഔദാര്യം അതിനാവശ്യമില്ല. രണ്ടാമതായിട്ട് അങ്ങ് പറഞ്ഞല്ലോ, ഇത്രയും കൂടുതൽ ക്രിസ്ത്യാനിയെ അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇത്രമാത്രം ക്രിസ്ത്യാനിയെ അംഗീകരിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുടെ പേരെടുത്ത് അങ്ങ് പറയുന്നത് ഞാൻ കേട്ടു. ഒരിക്കലുമില്ല സാറേ, ഒരിക്കലുമില്ല. ഇതുപോലെ ക്രിസ്ത്യാനികളെ അംഗീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രസ്ഥാനവും ഒരു പ്രത്യയശാസ്ത്രവും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. അങ്ങനെ തന്നെയാണ് പൂഞ്ഞാറിലെ ആശാനെ. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഒറീസയിലെ കാൻഡമാലിൽ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയപ്പെടുന്ന ഓസ്ട്രേലിയൻ മിഷണറിയെയും അദ്ദേഹത്തിന്റെ മക്കളായ 10ഉം 6ഉം വയസ്സുള്ള ഫിലിപ്പിനെയും തിമോത്തിയെയും വണ്ടിയിലിട്ട് കത്തിച്ച് ക്രിസ്ത്യാനിയെ സ്നേഹിക്കാൻ ആരംഭിച്ചത് BJP പറയുന്ന, അങ്ങ് പറയുന്ന ഈ BJP സർക്കാർ തന്നെയാണ്. വീണ്ടും 2008 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഒറീസയിൽ തന്റെ ബിഷപ്പ് ഹൗസിനോട് ചേർന്ന പാസ സെന്ററിൽ തന്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്ന കന്യാസ്ത്രീയെ അവിടെ കയറി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് റോട്ടിലൂടെ 1/2 കിലോമീറ്ററോളം ദൂരം ഹാഫ് നേക്കഡായിട്ട് പരേഡ് നടത്തിച്ചതും ഇതേ BJP സർക്കാരും BJP നേതൃത്വത്തിലുള്ള പ്രവർത്തകരും തന്നെയാണ്. 1400ഓളം വീടുകൾ കത്തിച്ച് 80ഓളം പള്ളികൾ തകർത്ത് 45ഓളം പേരെ കൊന്ന കാൻഡമാൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് മനോജ് പ്രധാൻ എന്ന് പറയപ്പെടുന്ന BJP നേതാവായിരുന്നു. അങ്ങനെ അവര് ഒറീസയിലെ കാൻഡമാലിൽ ക്രിസ്ത്യാനികളെ സ്നേഹിച്ചത്. ഇനി ഇങ്ങോട്ടേക്ക് പോവാം. സ്ട്രാൻസ്വാമി എന്ന് പറയപ്പെടുന്ന വന്ധ്യവയോധികനായ ഒരു പ്രിയപ്പെട്ട പുരോഹിതനെ, സുവിശേഷകനെ, മിഷണറിയെ ജയിലിനടച്ച് വെള്ളം പോലും കൊടുക്കാതെ സകല മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി അതിക്രൂരമായി കൊന്ന് ക്രിസ്ത്യാനികളെ സ്നേഹിച്ചതും ഇതേ അങ്ങ് പറഞ്ഞ ഇതേ BJP തന്നെയാണ്. ഛത്തീസ്ഗഡിൽ സംഘപരിവാരങ്ങളും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന BJPയും എല്ലാം കൂടെ ചേർന്ന് പള്ളികൾ തകർത്ത് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി, ഗ്രാമങ്ങൾക്ക് തീയിട്ട് നശിപ്പിച്ചു, കുടിവെള്ളം പോലും മുടക്കി. എന്തിനേറെ പറയുന്നു, മരിച്ച് അടക്കം ചെയ്യപ്പെട്ട ക്രൈസ്തവരുടെ മൃതദേഹങ്ങൾ മാന്തിയെടുത്ത് ഗർവാപ്പസ് നടത്തി ക്രിസ്ത്യാനികളെ അംഗീകരിച്ച് ആദരിച്ചതും ഇതേ BJP സർക്കാർ തന്നെയാണ്. മണിപ്പൂരിൽ ക്രിസ്തീയ വിശ്വാസത്തെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ബീരൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു തീവ്രവാദ സംഘം ആയുധങ്ങളുമായിട്ട് 240ഓളം പള്ളികൾ കത്തിച്ചും ബോംബെറിഞ്ഞ് നശിപ്പിച്ച് 1000-ലധികം വില്ലേജുകൾ ഇല്ലാതാക്കി 10,000-കണക്കിന് ആളുകളെ വീടുകളും കിടപ്പാടങ്ങളും ഉപജീവന മാർഗങ്ങളും നശിപ്പിച്ച് തകർത്തുകൊണ്ട്, അത് മാത്രമല്ല 19ഉം 21ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ പിടിച്ച് കൂട്ടബലാത്സംഗം ചെയ്ത് റോട്ടിലൂടെ നീക്കഡായിട്ട് പരേഡ് നടത്തുന്നത് ലോകം മുഴുവൻ കണ്ടതാ. അതിന് നേതൃത്വം കൊടുത്തതും അങ്ങനെ ക്രിസ്ത്യാനികളെ മണിപ്പൂരിന്റെ മണ്ണിൽ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങ് പറഞ്ഞ ഈ സംഘപരിവാരങ്ങളും ഈ BJP സർക്കാരും ഒക്കെ ചേർന്നിട്ടാ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്.
തീർച്ചയായിട്ടും ഞങ്ങൾ കാണുന്നുണ്ട് സാറേ. ഉത്തർപ്രദേശിലെ ക്രൈസ്തവരെ സ്നേഹിക്കാൻ വേണ്ടി യോഗി ആദിത്യനാഥ് ഈ കഴിഞ്ഞ ഡിസംബർ 25 ഒരു ഗിഫ്റ്റ് കൊടുത്തു. കഴിഞ്ഞ 2025 ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തില് സ്കൂളുകളുടെ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രവൃത്തി ദിനമായിട്ട് ഉത്തരവിട്ടുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനികളെ ആദരിച്ചു. തീർന്നിട്ടില്ല. അങ്ങീ പറയുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ടീം, JEE എൻട്രൻസ്, ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ ഏറ്റവും വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഉദ്ധാന തിരുനാൾ ആഘോഷിക്കുന്ന ഈസ്റ്റർ സൺഡേ കൊണ്ടുപോയി നടത്താൻ തീരുമാനിച്ചു. അത് മാറ്റിയിട്ടൊന്നുമില്ലല്ലോ, അതിപ്പോഴും ഉണ്ടല്ലോ. അതുമല്ല, അതെ ഇങ്ങ് കേരളത്തിൽ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ ദുഃഖ വെള്ളിയാഴ്ച ഇവിടെയുള്ള നാനാജാതി മതസ്ഥർ വീടിന് പുറത്തു പോലും ഇറങ്ങാതെ വീട്ടിലിരിക്കുന്ന ദുഃഖ വെള്ളിയാഴ്ച സിസ്റ്റേഴ്സ് അടക്കം കന്യാസ്ത്രീകൾ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ പരിശീലനം സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇനി വേണ്ട, ഡൽഹി ഹൈക്കോടതി അന്ത്യശാസനം നൽകിയിട്ടും കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രിസ്ത്യൻ മെമ്പറെ നിയമിക്കാതെ ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നതും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമല്ല, BJP മാത്ര. ആശാനെ, ഇതൊന്നും പോരാഞ്ഞിട്ടാണോ മതപരിവർത്തന നിയമം കൊണ്ടുവന്നും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതാ FCRA കൊണ്ടുവന്നും ക്രിസ്ത്യാനികളെ അങ്ങ് സ്നേഹം കൊണ്ട് വാരി പുണരുന്നത്? ശരി ആശാനെ, മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും BJP അല്ലാതെ മറ്റൊരാൾക്കും ഇതുപോലെ ക്രിസ്ത്യാനിയെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ആശാനെ, ഒരപേക്ഷയുണ്ട്. ഷൂ നക്കുവാണേലും ഇങ്ങനെ നക്കരുത് ആശാനെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വിശദീകരണത്തിലൂടെ പൂഞ്ഞാറിലെ വിഷത്തിന് മകനും ഉള്ള ഒരു ശക്തമായ മറുപടിയാണ് ഇതിലൂടെ നൽകിയത്. ഇനി ഇദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം പറഞ്ഞു, അത് കഴിഞ്ഞ് ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെയും, ഇനി അടുത്തത് ഹൈന്ദവർക്കെതിരെയും ഇദ്ദേഹം വരില്ല എന്ന് ആര് കണ്ടു? അപ്പോൾ ഇദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടതും കേരളത്തിലെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.